Now, question number 3. Question number 3. In 120, throws of a 120 throws of a 6-faced die. In 120 throws, THROWS, of a 6-faced die, comma, the even numbers occur. The even numbers occur 55 times. The even numbers occur 55 times. Is the die unbiased? Is the die unbiased? Is the die unbiased? Now see the question. 120 throws of a 6-faced die. So the random experiment is tossing a die. Tossing a die. Diയുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 and 6. ഇതിൽ പകുതി ഓഡ് നമ്പറും പകുതി ഈവൻ നമ്പറുമാണ്. ഇതിൽ ഈവൻ നമ്പർ ഒക്കേഴ്സ് എന്നാണ്. സോ ദ ഈവൻ നമ്പേഴ്സ് ആർ 2, 4 and 6. ഈവൻ നമ്പേഴ്സ് ആർ 2, 4 and 6. അത് 55 തവണ വരുന്നു എന്നാണ്. സോ probability of an odd number is 3/6 and probability of an even number also is 3/6. നേർപകുതി ഓഡ് നമ്പർ വരാനുള്ള ചാൻസും, അതായത് ഇവിടെ 6 സാമ്പിൾ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് 3 ഓഡ് നമ്പറും 3 ഈവൻ നമ്പറുമാണ്. Therefore, probability of an odd number to come is 1/2. നേർപകുതി ഓഡ് നമ്പറും നേർപകുതി ഈവൻ നമ്പറുമാണ്. സോ ദാറ്റ് ക്യാപിറ്റൽ ലെറ്റർ P is equal to 3/6. ഈവൻ നമ്പേഴ്സ് വരാനുള്ള ചാൻസ് 3/6 ആണ്. ദാറ്റ് ഈസ് 0.5. വരാതിരിക്കാനുള്ള ചാൻസും 1 - 0.5 is equal to 0.5. നേർപകുതി ചാൻസ് ഓഡ് നമ്പറിനും നേർപകുതി ചാൻസ് ഈവൻ നമ്പറിനുമാണ്. എന്നാൽ ഈവൻ നമ്പർ ഒക്കർ ചെയ്തത് അപ്പോൾ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ഈവൻ നമ്പേഴ്സ് നിങ്ങൾ മൊത്തം ടോസ് ചെയ്തത് 120 ടൈംസ് ആണ്. 120 ടൈംസ് ആണ്. അതിൽ പ്രോബബിലിറ്റി വെച്ച് നോക്കിയാൽ 120 to be multiplied by 120 to be multiplied by 1/2. ഇതിൽ 60 ടൈംസ് ആണ് ഓഡ് നമ്പർ വരേണ്ടത്, 60 ടൈംസ് ആണ് ഈവൻ നമ്പർ വരേണ്ടത്. പക്ഷേ ഈവൻ നമ്പർ വന്നിരിക്കുന്നത് it is only 55 times out of 120. 55 times out of 120. So that small letter P is equal to 55 divided by 120. It is 55 divided by 120. It is 55 divided by 120 is equal to 0.458 is equal to 0.458. Repeating the question again. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹാഫ് ചാൻസ് ഓഡ് നമ്പറിനും ഹാഫ് ചാൻസ് ഈവൻ നമ്പറിനുമാണ്. അങ്ങനെ വന്നാൽ 120 ടൈംസ് ടോസ് ചെയ്താൽ ഈവൻ നമ്പർ വരേണ്ടത് 60 തവണയും ഓഡ് നമ്പർ വരേണ്ടത് 60 തവണയുമാണ്. പക്ഷേ വന്നിരിക്കുന്നത് ഓഡ് നമ്പർ ഹാസ് ഒക്കേർഡ് ഓൺലി 55 times. So that the sample proportion is 0.458. It is not 0.5.
വരേണ്ടിയിരുന്നത് 0.5 ആണ്, പക്ഷെ വന്നത് 0.458 ആണ്. വന്നിരിക്കുന്ന 0.458. ഇസ് ക്ലിയർ നൗ? അതായത് നേർപകുതി തവണ ഹെഡ്സും നേർപകുതി തവണ ടെയിൽസുമാണ് വരേണ്ടത്. പക്ഷേ 0.5 പകരം പരമാവധി 0.46 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് കോയിൻ ഡൈ അൺബയസ്ഡ് ആണോ എന്നാണ്. ബയസ്ഡ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് ഈ ഡൈക്ക് ഓഡ് നമ്പറിനോട് എന്തോന്നോ ഒരു പാർഷ്യാലിറ്റി, ഒരു ചായ്വ്, ഒരു പക്ഷഭേദം. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് ആ ഡിഫറൻസ് സാമ്പിളിംഗ് മുഖേന ഉണ്ടായതാണോ അതോ അത് ശരിക്കുമുള്ള ഒരു ഡിഫറൻസ് തന്നെയാണോ? ഇത് സാമ്പിളിംഗ് എറർ മുഖേന ഉണ്ടായ ഡിഫറൻസ് ആണെങ്കിൽ ദിസ് ഈസ് നെഗ്ലിജിബിൾ. അതിന് പകരം കൃത്യമായിട്ട് സാമ്പിളിങ്ങിന് പകരം കൃത്യമായിട്ട് ഇത് ഒരു ആക്ച്വൽ ഡിഫറൻസ് ആണെങ്കിൽ കോയിൻ അൺഫെയർ ആണ്. അപ്പോൾ ഈസ് ദ കോയിൻ അൺബയസ്ഡ് എന്ന് ചോദിച്ചാൽ അൺബയസ്ഡ് മീൻസ് ഫെയർ അല്ലെങ്കിൽ കറക്റ്റ് എന്നാണ്. അൺബയസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അൺബയസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫെയർ, FAIR അല്ലെങ്കിൽ കറക്റ്റ് എന്നാണ്. അപ്പോൾ കോയിൻ സത്യസന്ധമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ പിയും സ്മോൾ ലെറ്റർ പിയും തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണോ അതോ കാര്യമായ വ്യത്യാസമാണോ, ഇതാണ് അറിയേണ്ടത്. സ്റ്റാർട്ടിംഗ് വിത്ത് HO. There is no difference between sample proportion and population proportion, so that P is equal to capital letter P. HO, small letter p is equal to capital letter P. അതിൻ്റെ റിവേഴ്സ് ആണ് നള്ള്. ദാറ്റ് ഈസ് റിവേഴ്സ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ p is not equal to capital letter P. സ്മോൾ ലെറ്റർ p is not equal to capital letter P. ഇങ്ങനെ വന്നാൽ there is no difference എന്നാണ്. അങ്ങനെ വന്നാൽ കോയിൻ ഈസ് അൺബയസ്ഡ്. ഇങ്ങനെ വന്നാൽ കോയിൻ അൺബയസ്ഡ് ആണ്. ഇതാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കോയിൻ ഈസ് ബയസ്ഡ് എന്നാണ്. കോയിൻ ഈസ് നോട്ട് അൺബയസ്ഡ് എന്നല്ല, കോയിൻ ഈസ് ബയസ്ഡ് എന്നാണ്. ആദ്യമായിട്ട് വി ആർ ഗോയിങ് ടു സീ ദ ടെസ്റ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ. n എപ്പോഴും ലാർജ് ആണ്. സോ statistical test, the test is a test. The test is a test, and test is computed by the formula small letter p minus capital letter P divided by standard error. Z is computed by the formula small letter p minus capital letter P divided by standard error, and standard error is computed by the formula root of capital letter P into Q divided by N, and Q is calculated by 1 minus P, that is 1 minus 0.5 is equal to 0.5. So this is a root of 0.5 into 0.5 divided by 120. 0.5 into 0.5 divided by 120. It is 0.25 divided by 120. 0.25 divided by 120. It is 0.456. Standard error is 0.456. Standard error is 0.456. Now we apply the test statistic, the formula. Z is equal to small letter p 0.458 minus capital letter, that is capital letter P, that is 0.5 divided by standard error 0.456. It is 0.458 minus 0.5 divided by 0.0 divided by make a correction 0.0
0456, 0.0456. It is a 0.0456. Make a correction. It is a 0.0456. 0.0456. So Z is a 0.458 minus 0.5 divided by 0.0456, and it is a negative 0.042. Negative 0.042 divided by 0.0456. Negative 0.042 divided by 0.0456, and the computed value is a negative 0.92. Negative 0.92. Negative 0.92. Now we have secured the calculated value. Calculated value is a negative 0.92. As usual, now we go for the table procedure. Since it is a Z test, degree of freedom is infinity and alpha 0.05. Table value 1.96. Table value is 1.96. Now you make a comparison between the computed value and the table value. Make a comparison between the computed value and the table value. ഇതിൽ സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ സൈൻസ് ആർ നോട്ട് കൺസിഡേർഡ്. ന്യൂമറിക്കലി ലെസ്സർ ആണോ ന്യൂമറിക്കലി ലാർജർ ആണോ എന്ന് മാത്രമേ കമ്പയർ ചെയ്യാറുള്ളൂ. ഇതിൽ സൈൻ കൺസിഡർ ചെയ്താലും കൺസിഡർ ചെയ്തില്ലെങ്കിലും കമ്പ്യൂട്ടഡ് വാല്യൂ ഇസ് ലെസ്സർ ദാൻ ദ ടേബിൾ വാല്യൂ. So under that you write, since the computed Z value is numerically lesser than the table value. Computed Z value is numerically lesser than the table value. Accepting HO. Population proportion is 0.5. Population proportion is 0.5. Population proportion is 0.5. Therefore, now we are coming to the conclusion. Suppose ഈ ടേബിൾ വാല്യൂ കമ്പ്യൂട്ടഡ് വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ കോയിന് ബയസ്ഡ് ആണ്. ഇത് ചെറുതായതുകൊണ്ട് കോയിൻ അൺബയസ്ഡ് ആണ്. Therefore, the die is കോയിൻ അല്ല ഡൈ ആണ്. The die is unbiased. Therefore, the die is unbiased.